ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചെറിയ ഷോർട്ട് വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഒരു ഉത്ബോധനം എന്ന് പറഞ്ഞാൽ ഒരു ഉൾക്കാഴ്ച നിങ്ങൾക്ക് വേണം ഇപ്പം വന്നതുപോലെ. എന്താണ് ഈ തംബ്ലൈന്? ബൈബിളുമായി പുറത്തിറങ്ങിയാൽ അടിയുറപ്പ്. ആർക്കത്? ക്രിസ്ത്യാനികൾക്കാണ്. 10-25 വർഷത്തോളം സുവിശേഷം പ്രസംഗിച്ച് നടക്കുന്ന ആളാണ് ഇദ്ദേഹം. നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടുകളും കിട്ടുമെന്ന് നിങ്ങൾ മനസ്സിൽ അത് കാണുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനം നിങ്ങൾ കേരളത്തിൽ ചെയ്തു. അത് ഇന്ന് നിങ്ങൾക്ക് തന്നെ അതിൻ്റെ എല്ലാവിധ ബോധ്യപ്പെട്ടു കഴിഞ്ഞു. നിങ്ങളുടെ ഈ മുസ്ലിങ്ങൾക്ക് എതിരായി വിഷം തുപ്പുന്ന ഓരോ ആളുകളും ഇന്ന് അത് സമ്മതിച്ചു. കാരണം അന്ന് ഞങ്ങളാണ്, ഇന്ന് ഇനി നിങ്ങളായിരിക്കും, നിങ്ങളെ തേടി വരും. കേട്ടു നോക്കൂ ഈ സഹോദരന്റെ വാക്കുകൾ. ബൈബിളും കൊണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. ബൈബിളും കൊണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മളെ അടിച്ചിരിക്കും. ക്രൈസ്തവ വിരോധികൾ നമ്മളെ അടിച്ചിരിക്കും. ആ ക്രൈസ്തവ വിരോധികൾ എന്ത് പറയുന്നോ അതിനെ ഫുൾ സപ്പോർട്ടാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ആയതിനു പിന്നാലെ സംസ്ഥാനത്ത് നിരവധി കന്യാസ്ത്രീകൾക്കും സുവിശേഷ പ്രസംഗകർക്കുമെതിരെ ബജ്രംഗ് ദളിന്റെയും തീവ്ര ഹിന്ദുത്വ വിഭാഗത്തിന്റെയും അതിക്രമങ്ങൾ ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. എന്നോടൊപ്പം ഇപ്പോഴുള്ളത് ഈ അതിക്രമം നടന്ന ഈ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ദുർഗ് ജില്ലയുടെ ക്രിസ്ത്യൻ കൗൺസിലിന്റെ സെക്രട്ടറിയാണ് ഇപ്പോൾ റിപ്പോർട്ടർ ടിവിക്കൊപ്പം ചേരുന്നത്. ഇവിടുത്തെ സാഹചര്യം എന്താണ് എന്ന് പാസ്റ്റർ വിനോദ് തന്നെ വ്യക്തമാക്കും. നിലവിൽ എന്താണ് സ്ഥിതി? സുവിശേഷ പ്രസംഗങ്ങൾ നടത്തുന്നതിൽ കേരളത്തിലൊക്കെ നടത്താറുണ്ടല്ലോ, അതിന് സമാനമായി നടത്തുന്നതിൽ ഇവിടെ എന്തെങ്കിലും തടസ്സമുണ്ടോ? ഛത്തീസ്ഗഡില് കഴിഞ്ഞ 2 വർഷമായിട്ട് സുവിശേഷ പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് ബാൻ ചെയ്തിരിക്കുകയാണ്. അതായത് ആര് ബാൻ ചെയ്തു? ഗവൺമെന്റ്. ഓപ്പൺ ഗ്രൗണ്ടിൽ നമുക്ക് ഒരു മീറ്റിംഗ് ചെയ്യാൻ പറ്റത്തില്ല. ഓപ്പൺ ഗ്രൗണ്ടിൽ ഇപ്പൊ ക്രിസ്ത്യാനികൾക്ക് മാത്രമാണോ? ക്രിസ്ത്യാനികൾക്ക് മാത്രം. ദിനകരൻ പോൾ ദിനകരൻ ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചു. അതിനുവേണ്ടി ജഗദൽപൂർ ഡിസ്ട്രിക്റ്റിലെ സംഗതി മനസ്സിലായല്ലോ. ഇതാണ് കാര്യം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എല്ലാ ന്യൂനപക്ഷങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് കൈകോർത്തുകൊണ്ട് അവനാന്റെ വിശ്വാസം അനുസരിച്ച് അവനാనికి ജീവിക്കാം. പക്ഷേ തമ്മിൽ പാര പണിതുകൊണ്ട് ഒരാളെ നമ്മൾ നശിപ്പിക്കാൻ നോക്കിയാൽ തിരിച്ച് നമ്മളെ നശിപ്പിക്കാൻ വലിയ സമയമൊന്നും വരൂല എന്ന് മനസ്സിലാക്കുക, തിരിച്ചറിയുക. ഇത്ര മാത്രമേ ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു.